വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 10 ആഘോഷങ്ങൾ, ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ക്രിസ്മസ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ക്രിസ്മസിന്റെ വരവ് വളരെ സന്തോഷത്തോടെയാണ് എതിരേൽക്കുന്നത്. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു ഒത്തുചേരലാണ് ഇവിടെ നടക്കുന്നത്. നമ്പർ 9, മകരവിളക്ക്. മകരജ്യോതി ദിനത്തിൽ പൊന്നമ്പലമേട്ടിൽ 3 തവണ രഹസ്യമായി കത്തിക്കുന്ന ഒരു തീയാണ് മകരവിളക്ക്. ശബരിമലയിൽ നിന്ന് സിറിയസ് നക്ഷത്രത്തിന് താഴെയായി ഇത് കാണാൻ കഴിയും. നമ്പർ 8, റംസാൻ മുബാറക്. ഇസ്ലാമിക കലണ്ടറിലെ 9ാം മാസമാണ് റമദാൻ. കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും പുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും നോമ്പിന്റെയും ആചാരമായി ഇത് ആഘോഷിക്കുന്നു. നമ്പർ 7, ആറ്റുകാൽ പൊങ്കാല ഫെസ്റ്റിവൽ. കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന 10 ദിവസത്തെ പൊങ്കാല ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഭദ്രകാളി ദേവതയായ ആറ്റുകാൽ അമ്മ തന്നെ പങ്കെടുക്കുന്ന സ്ത്രീകളിൽ ഒരാളായി ചേരുമെന്ന് വിശ്വസിക്കുന്നു. നമ്പർ 6, മഹാശിവരാത്രി. ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ശിവനെ ആരാധിക്കുന്നതിനായി വർഷം തോറും ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് മഹാശിവരാത്രി. നമ്പർ 5, കേരള ബോട്ട് ഫെസ്റ്റിവൽ. വള്ളം കളി എന്നും ഇത് അറിയപ്പെടുന്നു. കേരളത്തിലെ പുന്നമട തടാകത്തിൽ നടക്കുന്ന ഒരു പരമ്പരാഗത വള്ളം കളിയാണിത്. ഈ മത്സരങ്ങൾ സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് നടക്കുന്നത്. നമ്പർ 4, തെയ്യം ഫെസ്റ്റിവൽ. കേരളത്തിലെ വടക്കൻ മലബാർ മേഖലയിലും അയൽ സംസ്ഥാനമായ കർണാടകയുടെ ചില ഭാഗങ്ങളിലും ആചരിക്കുന്ന ഒരു ഇന്ത്യൻ ഹിന്ദു ആചാരമാണ് തെയ്യം. നമ്പർ 3, വിഷു. ഇത് കേരളം, തുളുനാട്, ഇന്ത്യയിലെ മാഹി എന്നിവിടങ്ങളിൽ മലയാളി പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് ഇത്. സൂര്യൻ മേടം രാശിയിലേക്ക് നീങ്ങുമ്പോൾ സൗര പുതുവത്സരം ആഘോഷിക്കുന്നു. നമ്പർ 2, തൃശൂർ പൂരം. കേരളത്തിലെ തൃശ്ശൂരിൽ നടക്കുന്ന ഒരു വാർഷിക ഹിന്ദു ക്ഷേത്രോത്സവമാണ് തൃശൂർ പൂരം. എല്ലാ വർഷവും പൂരം ദിനത്തിൽ വടക്കുന്നാഥൻ ക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത്. നമ്പർ 1, ഓണം. ഓണം എന്നത് ഒരു വാർഷിക വിളവെടുപ്പും ഹിന്ദു സാംസ്കാരിക ഉത്സവമാണ്. പ്രധാനമായും കേരള ജനത ഇത് ആഘോഷിക്കുന്നു. കൂടാതെ കേരളം ഭരിച്ചിരുന്ന ദയാലുവായ അസുര രാജാവ് മഹാബലിയുടെ ഇതിഹാസവുമായി പരമ്പരാഗതമായി ഈ ആഘോഷം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.